Welcome back to CS Bits, the complete IT solution education channel. +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നതിൻ്റെ പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡാറ്റ ടൈപ്പിനെ കുറിച്ചിട്ടാണ്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡാറ്റകളുടെ ടൈപ്പിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുക. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡേറ്റകൾ ഏത് ടൈപ്പിലുള്ള ഡേറ്റകളാണ് അതിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഡാറ്റകളുടെ ടൈപ്പിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. ഈ ഡാറ്റ ടൈപ്പുകളെ പ്രധാനമായിട്ടും നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഈ 3 ഞാനൊരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡാറ്റ ടൈപ്പുകൾ 3 ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പുകളുണ്ട്, 3 കാറ്റഗറി ഡാറ്റ ടൈപ്പുകളുണ്ട്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകൾ പ്രധാനമായിട്ടും 5 എണ്ണമാണ് വരുന്നത്: ഇൻഡ്, ക്യാർ, വോയിഡ്, ഫ്ലോട്ട്, ഡബിൾ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ തന്നെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുക. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാം C++ പ്രോഗ്രാമേഴ്സ് ഉണ്ടാവില്ലേ, നമ്മളെപ്പോലുള്ള ആളുകൾ ഉണ്ടാവില്ലേ, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ തന്നെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. സ്ട്രക്ചർ, യൂണിയൻ, ക്ലാസ്, ഇതെല്ലാം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകൾക്ക് എക്സാമ്പിളാണ്. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ +2 നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്താണ് സ്ട്രക്ചർ എന്നൊക്കെ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആണ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ൽ ഓൾറെഡി ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ തന്നെയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുക. ഏറ്റവും ചെറിയ ഒരു ഡാറ്റ ടൈപ്പ്, അതാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ബേസിക് ഡാറ്റ ടൈപ്പുകളാണ്. ഇതിനെ ഇനി നമുക്ക് 2-3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ചെറിയ, അതായത് ബേസിക് ഇൻ നേച്ചർ എന്ന് പറയുക. C++ലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള വരുന്ന ഡാറ്റ ടൈപ്പുകൾ തന്നെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുക. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 എണ്ണാണുള്ളത്: ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇനി ഇത് നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇൻഡ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യനെയാണ് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുക. അതായത് പോയിന്റ് വരാത്ത സംഖ്യകളേനെ, അതായത് പോയിന്റ് വരാത്ത സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് നമ്മൾ പറയുക ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പോയിന്റ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഒരു C++ൽ ഒരു പൂർണ്ണസംഖ്യനെ അല്ലെങ്കിൽ ഒരു ഇൻറ്റീജറിനെ അല്ലെങ്കിൽ ഒരു പോയിന്റ് വരാത്ത നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. നമ്മൾ ഒരു ഇൻറ്റീജറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന നമ്പർ ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. ഇത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ 4 ബൈറ്റുകളാണ് യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻറ്റീജർ നമ്പർ ഇപ്പോൾ 18, 26 അല്ലെങ്കിൽ -75 എന്നൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണാനുണ്ട്. ഈ 18 എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ 4 ബൈറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്യാർ എന്താണെന്ന് നോക്കാം. ക്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ക്യാർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്യാർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ക്യാർ എന്ന് പറയുന്ന കീവേഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ മെമ്മറിയിൽ 1 ബൈറ്റാണ് യൂസ് ചെയ്യുക. അതായത് 8 ബിറ്റ് ആണ് ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് ഇന്റേണലി കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഇത് ക്യാരക്ടർ ആണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു ക്യാരക്ടർ വാല്യൂവിനെ ഇൻറ്റീജർ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ക്യാരക്ടറിനും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ന്യൂമറൽ വാല്യൂ ഉണ്ട്. നമ്മൾ ആസ്കി, യൂണിക്കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്റേണലി ഓരോ ക്യാരക്ടേഴ്സിനെയും അവിടെ ഇൻറ്റീജർ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം.
ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, 9 ഉണ്ട്, വെൽക്കം ഉണ്ട്. ഇതെല്ലാം ക്യാരക്ടർ വാല്യൂസിന് എക്സാമ്പിളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടറാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണത് എങ്കിൽ അതിന് നമ്മൾ സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലും, അല്ല ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോഡ്സിന്റെ ഉള്ളിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എ എന്നുള്ളതും ക്വസ്റ്റ്യൻ മാർക്കും 9ഉം എല്ലാം സിംഗിൾ കൊട്ടേഷന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ സിംഗിൾ ക്യാരക്ടറാണ്. പക്ഷെ വെൽക്കം എന്നുള്ള സ്ട്രിങ് ആണ്, ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഡബിൾ കോഡ്സിലാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഈ 9 എന്ന് പറയുന്നത് നമ്പർ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. ഇൻറ്റീജർ അല്ലേ, അപ്പോൾ ഇൻറ്റ് അല്ലേ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ വരാം. ഒരു കൺഫ്യൂഷനും വേണ്ട. ആ 9 എന്നുള്ളത് നമ്മൾ സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ക്യാരക്ടർ. ഓക്കെ. ദെൻ അടുത്തത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുക. ഇത് റിയൽ നമ്പേഴ്സ് എന്നും കൂടെ പറയും. നമ്മൾ പോയിന്റ് വരുന്ന നമ്പറിന് നമ്മൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ് വരുന്ന നമ്പറുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്ന കീവേഡിലാണ്. കമ്പ്യൂട്ടർ മെമ്മറിയിൽ 4 ബൈറ്റാണ് യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 67.89, 89.9. അതെല്ലാം നമ്മുടെ ഫ്ലോട്ടിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് ഡബിൾ ആണ്. അതായത് ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് വരുന്ന നമ്പറുകൾ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. പക്ഷേ ഒരുപാട് വലിയ പോയിന്റ് പ്രിസിഷനൊക്കെ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 4-ലധികം 5, 6, 7 സ്ഥാനം പോയിന്റ് സ്ഥാനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വലിയ നമ്പറുകൾ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, വലിയ പോയിന്റ് വരുന്ന നമ്പറുകൾ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. ഡബിൾ എന്ന് പറയുന്ന കീവേഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ലാർജ് പ്രിസിഷൻ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കമ്പ്യൂട്ടർ മെമ്മറിയിൽ 8 ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. 67.894879, 89.148765 അതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. അതിലൊക്കെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് വലിയ നമ്പറുകളാണ്. ഓക്കെ. ഇനി അടുത്തത് വോയിഡ് ആണ്. വോയിഡ് എന്ന് പറയുന്നത് എംറ്റി ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എംറ്റി എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വോയിഡ് യൂസ് ചെയ്യുക. വോയിഡ് മീൻസ് എംറ്റി. അതിന് വോയിഡ് എന്ന് പറയുന്ന കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുക. കമ്പ്യൂട്ടർ മെമ്മറിയിൽ 1 ബൈറ്റ് പോലും അല്ലെങ്കിൽ 1 ബിറ്റ് പോലും ഈ വോയിഡ് ഡാറ്റ ടൈപ്പിന് അലോക്കേറ്റ് ചെയ്യില്ല. കാരണം അത് എംറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ 1 ബൈറ്റ് പോലും കമ്പ്യൂട്ടർ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഡിറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുക. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളായിട്ടുള്ള ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ അതൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം കൂടെ ഒന്നിച്ച് ഗ്രൂപ്പ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സൈസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സുകൾ ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പുകൾക്ക് എക്സാമ്പിൾ ആണ് അറേ, പോയിന്റർ, ഫംഗ്ഷൻ. ഇനി നമുക്ക് വാരിയബിൾ എന്താണെന്ന് നോക്കാം. വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെയിമിനെയാണ് നമ്മൾ വാരിയബിൾ എന്ന് പറയുക. നമ്മൾ വാരിയബിൾ യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. ഇനി ഒരു വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം a = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ a എന്ന് പറയുന്നതാണ് വാരിയബിൾ, 5 എന്ന് പറയുന്നതാണ് അവിടെ വാല്യൂ. അപ്പോൾ ഇവിടെ ഈ a എന്ന് പറയുന്നത് ഈ 5നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു വാരിയബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു നെയിം, ഒരു ലൊക്കേഷൻ്റെ ഒരു നെയിമോ അതിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വാരിയബിളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഒരു വാരിയബിൾ എന്ന് പറയുമ്പോൾ അതിന് 3 പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 കോൺസെപ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ വാരിയബിൾ നെയിം, രണ്ടാമത്തെ മെമ്മറി അഡ്രസ്, മൂന്നാമത്തെ കണ്ടന്റ്. ഈ 3 കൂടി കൂടിച്ചേർന്നതാണ് ഒരു വാരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ അവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. നം 25, 1001, 1024 എന്നൊക്കെ കാണാനുണ്ട്. ഇവിടെ നം = 25 എന്നതാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നം എന്ന് പറയുന്നതാണ് അവിടെ വാരിയബിൾ, 25 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ.
അല്ലേ? അപ്പോൾ ഇവിടെ ഒരു വാരിയബിളിന് 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു, 3 കോൺസെപ്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. വാരിയബിൾ നെയിമും മെമ്മറി അഡ്രസ്സും കണ്ടൻറ്റും. വാരിയബിൾ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വാരിയബിളിലേക്കാണോ, മീൻസ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എവിടേക്കാണോ അതാണ് വാരിയബിൾ നെയിം. ഇപ്പം നം ഈസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം എന്നുള്ളതാണ് അവിടെ വാരിയബിൾ നെയിം. അതുപോലെ തന്നെ മെമ്മറി അഡ്രസ്സ് ആണ്, അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്. ഇപ്പോൾ നം ഈസ് ഈക്വൽ ടു 25 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 25 എന്നുള്ളത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണ്ടേ? ഈ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റോറേജ് ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിനെയാണ് നമ്മൾ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുക. അതിന് പറയുന്ന വേറൊരു പേരാണ് എൽ വാല്യൂ അല്ലെങ്കിൽ ലൊക്കേഷൻ വാല്യൂ. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് അതിൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, അവിടെ 1001ഉം 1004ഉം ആണ് മെമ്മറി അഡ്രസ്സ്. അതായത് ഈ 25 നം ഈക്വൽ ടു 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 25 എന്നുള്ളത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ 4 ബൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ 1001 മുതൽ 1004 വരെയുള്ള 4 ബൈറ്റുകളാണ് അത് യൂസ് ചെയ്യാം. ഇനി കണ്ടൻ്റ് ആണ്. എന്താണ് വാല്യൂ? ഒരു വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, അതിനെയാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയുക. അതിന് നമ്മൾ പറയുക റീഡ് വാല്യൂ അല്ലെങ്കിൽ ആർ വാല്യൂ എന്നാണ്. നം ഈസ് ഈക്വൽ ടു 25-ലെ 25 ആണ് അവിടെ വാല്യൂ. ഇനി നമുക്ക് അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈപ്പിലുള്ള വാല്യൂവിനെ വേറൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ എന്ന്. ഓക്കെ, ഇനി ടൈപ്പ് കൺവേർഷൻ 2 രീതിയിലാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. ഇംപ്ലിസിറ്റ് ആയിട്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ടുമാണ് ടൈപ്പ് കൺവേർഷൻ നടക്കുന്നത്. ഇംപ്ലിസിറ്റ് കൺവേർഷനെ ടൈപ്പ് പ്രൊമോഷൻ മെത്തേഡ് എന്നും അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് കൺവേർഷനെ ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി നമുക്ക് ഇംപ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രൊമോഷൻ എന്ന് കേട്ടാൽ തന്നെ അറിയാം നമുക്ക്. ഇപ്പോൾ ഒരു ജോലിയിൽ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് പറയുന്ന സമയത്ത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു ഉയർച്ച കിട്ടി, അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ടൈപ്പ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കൺവേർഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ ചിലപ്പോൾ ചെറിയ സൈസിലുള്ള ഓപ്പറാൻഡുകളെ അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പുകളെ അതിൻ്റെ ഹയർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്, ഹയർ സൈസ്ഡ് ആയിട്ടുള്ള ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് C++, നമ്മളല്ല, യൂസേഴ്സ് അല്ല, C++ന് ചിലപ്പോൾ ചില ഡാറ്റ ടൈപ്പുകളെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈസുള്ള ഡാറ്റ ടൈപ്പുകളായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. തൊട്ട് മുകളിലുള്ള ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് കുറവ് ഡാറ്റ ടൈപ്പ്, ഇപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് 4 ബൈറ്റാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് 4 ബൈറ്റാണ് യൂസ് ചെയ്യുക. ഫ്ലോട്ടിനേക്കായി മുകളിലുള്ളതാണ് ഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡബിൾ ആക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ടൈപ്പിൽ നിന്ന് വേറൊരു ടൈപ്പിലേക്ക്, അതായത് സൈസ് കുറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പിൽ നിന്ന് സൈസ് കൂടിയ ഒരു ഡാറ്റ ടൈപ്പിലേക്ക് C++ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ടൈപ്പ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതിനൊക്കെയാണ് സൈസ് കൂടുതൽ, ഏതിനൊക്കെയാണ് ഏറ്റവും സൈസ് കുറവ് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതില്ലാണ്ടേക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, സൈസ് കൂടിയതിൽ നിന്ന് സൈസ് കുറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സൈസ് വേണ്ടത്, മെമ്മറി സൈസ് വേണ്ടത് ലോങ് ഡബിളിനാണ്. ഓക്കെ, പിന്നെ ഡബിള്, പിന്നെ ഫ്ലോട്ട്, അൺസൈൻഡ് ലോങ് ഇൻറ്റ്, അൺസൈൻഡ് ഇൻറ്റ്, ഏറ്റവും കമ്മിയായിട്ട് വേണ്ടത് ഷോർട്ട് ഇൻറ്റാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ num1 ഈസ് ഈക്വൽ ടു 10 ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. num1 ഈസ് ഈക്വൽ ടു 10, num2 ഈസ് ഈക്വൽ ടു 20.0. അപ്പം num1 എന്നുള്ളതിലേക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യണു, num2 എന്നുള്ളതിലേക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ സ്റ്റോർ ആവുന്നു. ഇനി sum1 ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2, അതായത് 10 പ്ലസ് 20.0 അത് കൂട്ടിയിട്ടാണ് sum1ലേക്ക് സ്റ്റോർ ആവുക. അതായത് sum1ലേക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ sum1 പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് 30.0 എന്നുള്ളതാണ് നമുക്ക് പ്രിൻ്റ് ആവുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ 10 എന്ന് പറയുന്ന ഇൻറ്റീജറിനെ 10.0 ആയിട്ട് മാറ്റി അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തു.
ഇൻറ്റീജറിനെ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ C++ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലിസിറ്റ് കൺവേർഷനാണ്. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമർ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള യൂസേഴ്സ് ഉണ്ടാവില്ലേ, യൂസേഴ്സ് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അതിനെ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുക. അത് യൂസേഴ്സാണ് പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുക്കുക, ഇന്ന ഡാറ്റ ടൈപ്പുകൾ ഇന്ന ഡാറ്റ ടൈപ്പാക്കി മാറ്റണം എന്ന് പറഞ്ഞു കൊടുക്കുക. യൂസേഴ്സ് കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചിട്ടാണ് മാറുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ x = 50.75 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, y എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ എന്താ സ്റ്റോർ ചെയ്യുന്നത്, ഇൻറ്റ് ഓഫ് എക്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ആ എക്സിനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് വൈയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് 50.75 ആണെങ്കിൽ അതിന് ആ 50.75 ഇൻറ്റീജറാക്കി മാറ്റുന്ന സമയത്ത് 50 മാത്രമേ ഉണ്ടാവുള്ളൂ, 75 അവിടെ ഉണ്ടാവില്ല. അപ്പോൾ 50 മാത്രമാണ് ഇതിലേക്ക് സ്റ്റോർ ആവുള്ളൂ, വൈയിലേക്ക് സ്റ്റോർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ y പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യും, 50 മാത്രമേ പ്രിൻ്റ് ആവുള്ളൂ, ആ 0.75 എന്നുള്ളത് അവിടെ ഒഴിവാക്കും. അപ്പോൾ ഇങ്ങനെ യൂസർ നിർബന്ധിച്ച് അല്ലെങ്കിൽ യൂസറുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഇവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ.